തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് അണ്ണാ ഡി എം കെ, അതായത് ജയലളിതയുടെ AADMK BJP സഖ്യം നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ അവിടെ അവർക്ക് ഭരണം നേടാൻ പര്യാപ്തമായ ശക്തിയായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ AADMKയിലും BJPയിലും അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ. നമ്മളെന്തായാലും ഇപ്രാവശ്യം ഭരണം പിടിച്ചെടുക്കും, 2026 BJP ഭരിക്കും എന്ന വിശ്വാസത്തിലാണ് ADMKനെ വരട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫയൽസൊക്കെ അവരുടെ അണ്ടറിലുണ്ട്. ടാസ്മാക്കിൻ്റെയും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അഴിമതികളുടെ എല്ലാം ഫയൽ ഇവരുടെ ടേബിളിലുണ്ട്. അത് വരട്ടി എടപ്പാടി പളനിസ്വാമിയെ വരുതിയിലാക്കിയിട്ടുണ്ട്. എടപ്പാടിക്ക് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു BJPയോട്, മുട്ടി അടഞ്ഞു നിൽക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കളികൾ, ചരടുവലികളും ഒക്കെ അമിത്ഷാ നടത്തി. സെങ്കോട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാർട്ടിയിലുള്ള വേറൊരു മുതിർന്ന നേതാവിനെ വിളിച്ച് ഡൽഹിക്ക് വിളിച്ച് അമിത്ഷാ ചർച്ചയൊക്കെ നടത്തിയത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. അത് ഈ എടപ്പാടിക്ക് പ്രഷർ കൊടുക്കാൻ വേണ്ടി, എടപ്പാടി ഇല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ എടപ്പാടി തന്നെ ADMK എന്ന് പുറത്താക്കിയിട്ട് ഈ ചെങ്കോട്ടേൻ്റെ നേതൃത്വത്തിൽ ADMK BJP ആയിട്ട് ചേരാനുള്ള നടപടികളൊക്കെ ആയിരുന്നു അമിത്ഷാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എടപ്പാടിക്ക് ഉണ്ടായിരുന്ന പേടി BJPയോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ AADMK നാമാവശേഷമാകും കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നിന്നുള്ള നല്ല പേടിയുണ്ട്. അത് മഹാരാഷ്ട്രയിലൊക്കെ ശിവസേനയ്ക്ക് സംഭവിച്ച പോലെ അവർ ശിവസേനയോട് കൂട്ടുകൂടി കുറച്ച് ഭരണമൊക്കെ പിടിച്ചു. അത് കഴിഞ്ഞ് ശിവസേനയിൽ നിന്ന് ഓരോ ആളുകളെ അടർത്തി, പിന്നെ ഷിൻഡെയെ വലിച്ച് BJP ഈ ശിവസേനയെ പിളർത്തി, അല്ലേ? ഇപ്പോൾ മഹാഭൂരിപക്ഷം ഷിൻഡെ പക്ഷത്താണ് ശിവസേനയുടെ. അപ്പോൾ അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന AADMKക്ക് ജയലളിത പോയതോടുകൂടി നാഥനില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പം പൊതുവേ ഉള്ളത്. എടപ്പാടിയും പന്നീർസെൽവമൊക്കെ വികടിച്ച് നിൽക്കുന്നു. ആരുമില്ല, അവിടെ തന്നെ ഒരു ഒരുമയില്ലായ്മയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അണികളൊക്കെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇവർ BJPയോടുകൂടെ അലയൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അതോടുകൂടി ഉള്ള കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്ന അണികൾ കൂടെ AADMK എന്ന് വിട്ടു പോകും എന്നാണ് അവിടുത്തെ അഭിപ്രായ സർവേകളൊക്കെ തന്നെ വെളിവാക്കുന്നത്. ഒന്നാമത്തെ DMK യോടുള്ള അതൃപ്തി, ഭരണവിരുദ്ധ വികാരം നല്ല രീതിയിൽ തന്നെ തമിഴ്നാട്ടിലുണ്ട്. എങ്ങനെയും ഇവരെ മാറ്റണം, അഴിമതിയിൽ കൊളിച്ചു നിൽക്കുന്ന ഈ സർക്കാരിനെ മാറ്റണമെന്ന് ജനങ്ങളുടെ ഉള്ളിൽ. അത് ഇവർ ഭരണത്തിൽ കയറി 1 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ബാലാജിയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു KN നെഹ്റു എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ അനിയൻ്റെ മകൻ്റെ സ്വത്തുകളെല്ലാം കണ്ടുകെട്ടി ED റെയ്ഡ് ചെയ്ത് കുറേ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, രേഖകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 6ഓളം മന്ത്രിമാർ, സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവർ റഡാറിൽ വെച്ചിട്ടുണ്ട്. ഈ ടാസ്മാർക്ക് അഴിമതി, നമ്മുടെ ബീവറേജ് പോലുള്ളവരുടെ ടാസ്മാർക്ക്, അതിൽ തന്നെ 39,000 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് അമിത്ഷാ തന്നെ പറയുന്നത്. അമിത്ഷാ വെറുതെ കണ്ണുമുട്ടിയൊന്നും പറയാറില്ല. അയാളുടെ കയ്യിൽ ഫയലുണ്ടാവും. അയാളത് ഏത് സമയത്ത് എപ്പോൾ ഉപയോഗിക്കണം, ആർക്കെതിരെ ഉപയോഗിക്കണം, ഏത് ഫയൽ എന്നുള്ളതൊക്കെ മൂപ്പർ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും. ഈ ഫയൽ എടപ്പാടിയുടെ ഫയലും ഉണ്ട്, സ്റ്റാലിൻ്റെ ഫയലും ഉണ്ട്. ഇപ്പോൾ എടപ്പാടി കൂടെയുള്ളതുകൊണ്ട് എടപ്പാടിയുടെ ഫയൽ ടേബിളിന് അടിയിൽ വെച്ച് സ്റ്റാലിൻ്റെ ഫയൽ മുകളിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇനിയിപ്പോൾ അറ്റാക്ക് മുഴുവൻ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും DMKയ്ക്കും എതിരായിരിക്കും. അപ്പോൾ തീർച്ചയായും അവിടെ അഴിമതികളുണ്ട്, ഇവിടെ വർഗീയതയുണ്ട്. ഈ 2 സൈഡും കൂടെ ഇവിടുന്ന് വിട്ടുവരുന്ന വോട്ടുകൾ എങ്ങോട്ട് പോകുന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ വലിയ ചോദ്യം. അപ്പോൾ അവിടെ ഉള്ളത് സീമാനാണ്. നേരത്തെ ഉണ്ടായിരുന്ന സീമാൻ, അവർക്ക് ഒരു 8% മുതൽ 10% വരെയുള്ള വോട്ട് വീതം തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്ന ആളാണ്. ഭയങ്കര തമിഴ് പുലി, ഈ പ്രഭാകരൻ്റെയൊക്കെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് മൂപ്പർ പ്രസംഗിക്കുന്നത്. തമിഴ് ദേശീയം ആണ് മൂപ്പരുടെ മെയിൻ വിഷയം. അപ്പോൾ അദ്ദേഹമാണ് ഉള്ളത്. അത് കൂടാതെയാണ് നമ്മുടെ വിജയ് അണ്ണൻ പുതിയ പാർട്ടി തുടങ്ങി 1 വർഷത്തോളം ആയിട്ടുണ്ട്. മൂപ്പർ ശരിക്കും ഫീൽഡിൽ ഇറങ്ങി വർക്ക് തുടങ്ങിയിട്ടില്ല. എന്നിട്ട് പോലും കഴിഞ്ഞ മാസം ഉണ്ടായ ഒരു കണക്കെടുപ്പിൽ ആര് മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചു 18% പേര് വിജയ് മുഖ്യമന്ത്രിയാണെന്ന് പറയും. 27% സ്റ്റാലിനെ പിന്തുണയ്ക്കുന്നവരും
എടപ്പാടിയെ അതിലും താഴെ 10%, അണ്ണാമലൈ 9%, അങ്ങനെയായിരുന്നു കണക്ക്. അപ്പോൾ 2ാം സ്ഥാനത്താണ് വിജയ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ വിജയുടെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞ പോലെ 2026 ഇലക്ഷൻ എന്നുള്ളത് DMKയും TVKയും തമിഴക വെട്ടിക്കഴകം എന്ന് പറയുന്ന വിജയുടെ പാർട്ടിയും ആയിട്ടായിരിക്കും എന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യം പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം ഈ ADMK BJP ആയിട്ട് അലയൻസ് ഉണ്ടാക്കിയതോടുകൂടി ADMKയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട അണികൾ തീർച്ചയായും മറ്റൊരു നേതാവിനെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വിജയിലേക്കാണ് എത്തിച്ചേരുക എന്നാണ് അവിടെ പലരും അഭിപ്രായപ്പെടുന്നത്. പല താഴെത്തട്ടിലുള്ള അണികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഈ അടിയുറച്ച ADMKയുടെ അണികൾ തന്നെ. അപ്പോൾ അത് വിജയ്ക്ക് മുതലാക്കാനായാൽ ഈ DMKയിലുള്ള DMKക്ക് വിജയിക്കാൻ കൊടുത്ത പഴയ വോട്ടുകൾ അത് ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് അതും സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതും കൂടെ വിജയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ തന്നെ ചരിത്രം കുറിക്കുന്ന ഒരു വിജയമായിട്ട് വിജയ്ക്ക് അത് മാറ്റിയെടുക്കാൻ കഴിയും. മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതിനപ്പുറം തീർച്ചയായും 2ാം സ്ഥാനം എത്തും. ഒഴിവാക്കാൻ പറ്റാത്തൊരു ശക്തിയായിട്ട് 2026 അത് വിജയ് മാറും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം എവിടെയാണ് എത്തുക എന്നുള്ളത്. നമുക്കും വലിയ പ്രതീക്ഷയിലാണ്. വിജയ് വരട്ടെ, പുതിയൊരു നേതാവ്, പുതിയൊരാൾ വരട്ടെ. ഈ വർഗീയതയും അഴിമതിയും ഒക്കെ ഇല്ലാത്തൊരു ഭരണം തമിഴ്നാട്ടിൽ ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.